ഹായ് ഹലോ ഫ്രണ്ട്സ്, അടുത്ത ആഴ്ച വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുഭാഷ് ഏട്ടൻ്റെ കള്ളജാതകം കണ്ടിട്ട് ജ്യോത്സ്യം പറയുന്നത് കേട്ട് നമ്മുടെ സുഭാഷ് ഏട്ടൻ ആകെ വിഷമമാവുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ ഈ കുടുംബത്തിന് ദോഷമാണെന്നും സുഭാഷ് ഏട്ടൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലതേ വരുമൊക്കെ എന്നൊക്കെ വിചാരിക്കുകയാണ്. അങ്ങനെ ആകെ മനസ്സ് തളർന്ന് നമ്മുടെ സുഭാഷ് ഏട്ടന് ഒരു ലെറ്റർ എഴുതി വെക്കുന്നുണ്ട്. ഇവിടെ നിന്ന് പോവാണ്, ഞാൻ ഇല്ലെങ്കിൽ നിങ്ങൾ സുഖമായി ജീവിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലെറ്റർ എഴുതി വെക്കാം. അപ്പോൾ ഇതിന് ശേഷം സുഭാഷ് ഏട്ടൻ അവിടെ നിന്ന് പോവാട്ടാ. സുഭാഷ് ഏട്ടനെ തിരഞ്ഞ് എല്ലാവരും പരക്കം പായുന്നുണ്ട്. അച്ഛനും അനിയന്മാരും അനിയത്തി എല്ലാവരും പരക്കം പായാണ്. സുഭാഷ് ഏട്ടന് വേണ്ടിയിട്ട് നമ്മുടെ സുധീഷും നിതീഷും കൂടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആ ലെറ്ററും കൊണ്ട് കേസ് കൊടുക്കുകയാണ്. സുഭാഷ് ഏട്ടനെ കാണാനില്ലെന്നും പറഞ്ഞു. സുഭാഷ് ഏട്ടനാണെങ്കിൽ ആകെ മനസ്സൊക്കെ തളർന്ന് ആകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സുഭാഷ് ഏട്ടന് ചാന്ദിനിയെ കാണുന്നുണ്ട്. അങ്ങനെ ചാന്ദിനിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. സുഭാഷ് ഏട്ടൻ ചാന്ദിനിയുടെ അടുത്ത് പറയാണ്, ഞാൻ കാരണമാണ് എല്ലാം ഇങ്ങനെ, ഞാൻ ഇല്ലെങ്കിൽ അവർക്ക് സന്തോഷം ഉണ്ടാവും എന്നൊക്കെ പറയാണ്. ചാന്ദിനിയുടെ ഏട്ടൻ സുധീഷിനെ വിളിച്ച് പറയാണ്, സുഭാഷ് ഏട്ടൻ ഇവിടെയുണ്ട്. സുഭാഷ് ഏട്ടൻ ആകെ വിഷമിച്ച് തളർന്നിരിക്കുകയാണ്. ഞാനും ചാന്ദിനിയും ഒക്കെ സുഭാഷ് ഏട്ടനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ ആകെ മനസ്സ് കൈവിട്ട് പോയ അവസ്ഥയിലാണെന്നൊക്കെ പറയാം. അപ്പോൾ ഇതിന് ശേഷം എല്ലാവരും കൂടി നമ്മുടെ സുഭാഷ് ഏട്ടൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട്, അത് കള്ളജാതകമാണ്, ജാതകം ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സ്വയം ഉണ്ടാക്കിയതാണെന്ന് പറയാണ് സുധീഷും ഹരീഷും കൂടി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്